ഇല്ലെങ്കിൽ എന്തർത്ഥം എന്ന് വെച്ചാൽ ഈ വ്യക്തി ഉണ്ടെന്നുള്ള ഭാഗം ഈ വ്യക്തി അറിയുന്നില്ല. കാരണം ഈ വ്യക്തി മരവിച്ചു പോയി. ഈ വ്യക്തി ഉണ്ട് എന്നുള്ള ഭാഗം തിരിച്ചറിയാൻ, അവിടെയാണ് നമ്മൾ ഉടനെ തിരിച്ചറിയാൻ. ആർക്ക്? സ്വപ്നത്തിനാണ് തിരിച്ചറിവ് വേണ്ടത്. അറിവിന് തിരിച്ചറിവിൻ്റെ ആവശ്യമില്ല. കാരണം അറിവ് ഒന്നേ ഉള്ളൂ. അറിവിലാണ് നിൽക്കുന്നത്. നമ്മൾ തിരിച്ചറിയാൻ നോക്കുന്നത്. ആരാണ് തിരിച്ചറിയുന്നത്? സ്വപ്നമാണ് തിരിച്ചറിയുന്നത്. അതായത് നമ്മളിൽ നിന്ന് മാറി നിന്നിട്ട്, ശ്രദ്ധിക്കണേ, ഈ സ്വപ്നം എങ്ങനെയാണ്? നമ്മളിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മളെ നോക്കുകയാണ്. ഇതാണ് സ്വപ്നം. നമ്മളിൽ നിന്ന് മാറി നിന്നിട്ട് കാര്യങ്ങൾ നോക്കുകയാണ്. നമ്മളിൽ നിന്ന് അകന്ന് നിന്നിട്ട് നോക്കുകയാണ്. നമ്മളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് മാറിയിട്ട് പുറത്തു നിന്ന് നമ്മളെ തിരിഞ്ഞു നോക്കുകയാണ്. അതുകൊണ്ടാണ് തിരിച്ചറിയണ്ടേ. ഇതാണ് സ്വപ്നത്തിൻ്റെ അപകടം. സ്വപ്നത്തിൻ്റെ അപകടം ഇതാണ്. നമ്മളിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറത്തോട്ട് മാറിയിട്ട് അവിടെ നിന്ന് നോക്കിയാണ്. അവിടെ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഭാഗം പല വിധത്തിലാണ്. ഇതിന് പകരം നമ്മളിൽ നമ്മൾ നിൽക്കാൻ സാധിച്ചാൽ നമ്മൾ എന്ത് ലക്ഷ്യമാണ്? എന്തിന് ലക്ഷ്യം? കാരണം ചന്ദ്രനും ഭൂമിയും സൂര്യനും അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നടക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരു കോട്ടവുമില്ല. വളരെ വളരെ പെർഫെക്റ്റാണ്. 100% പെർഫെക്റ്റാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കോശങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതെന്തെങ്കിലും ഡിമാൻഡ് ചെയ്താൽ, എന്ത് ഡിമാൻഡ് ചെയ്ത്? അത് ഡിമാൻഡ് ചെയ്ത്, വെള്ളം ഡിമാൻഡ് ചെയ്ത്, ഭക്ഷണം ഡിമാൻഡ് ചെയ്ത്, ശ്വാസം ഡിമാൻഡ് ചെയ്ത് ആണോ? അല്ല, അതങ്ങനെയാണ്. ഡിമാൻഡ് ചെയ്തതല്ല. ഇതുമായിട്ട് കണക്റ്റഡാണ്. ഇതുമായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണം, വെള്ളം, ശ്വാസം, ശബ്ദം എല്ലാമായിട്ട് കണക്റ്റഡാണ്. സർവ്വതുമായിട്ട് കണക്റ്റഡാണ്. അത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രൂപം കൊണ്ടതേ അങ്ങനെയാണ്. ഇത് രൂപം കൊണ്ടത് അങ്ങനെയാണ്. ഡിപ്പെൻഡിങ് അല്ല, ഒന്നും പെൻഡിങ് അല്ല. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളായിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ഇതിനെ നിലനിർത്തല്ല ചെയ്യുന്നത്. അല്ലല്ല, വിശപ്പ് ഉണ്ടാകുന്നത് ഇതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റാണ്. ഈ നമ്മളെന്ന് നമുക്ക് തോന്നിപ്പോയി. അത് എങ്ങനെ നമ്മളെന്നുള്ള തോന്നിപ്പോയി. അതാണ് നമ്മളുടെ വൈറസ്. ഞാനെടുത്ത തീരുമാനമാണ്. പക്ഷെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ തയ്യാറാകുമ്പോൾ ഞാനെടുത്ത തീരുമാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നമ്മൾക്ക് പ്രപഞ്ചത്തിൽ ഏറ്റവും സൂപ്പർ ലക്ഷണമാണ്. കാരണം ദിസ് ഈസ് യൂണിവേഴ്സ്. ഭയങ്കര കംഫർട്ടബിളാണ്, ഭയങ്കര കൺവീനിയൻ്റാണ്, വളരെ പവർഫുള്ളാണ്. ഈ സ്റ്റേറ്റ് വളരെ പവർഫുള്ളാണ്. നമ്മളിപ്പോൾ നമ്മൾ പറയും നമ്മുടെ കാര്യങ്ങൾ, ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ പറയും നമ്മുടെ കാര്യങ്ങൾ, ആവശ്യങ്ങൾ, ഇതെല്ലാം അവിടെ എക്സിക്യൂട്ടഡ് ആകുന്നുണ്ട്. വളരെ കൺവീനിയൻ്റായിട്ട് എക്സിക്യൂട്ടഡ് ആകുന്നുണ്ട്. വളരെ സിമ്പിളാണ്. നാച്ചുറലി സെൻസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇപ്പം ഇന്നലെ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ എൻ്റെ മകൻ ഇന്നലെ എറണാകുളത്തു നിന്ന് വരുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ചാലക്കുടി. കാരണം അവന് ടൈമില്ല. അതുകൊണ്ട് അപ്പച്ചൻ അങ്ങോട്ട് വണ്ടി ഓടിക്കും, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിക്കും. എത്രയും ഫാസ്റ്റായിട്ട് അവന് വണ്ടി ക്യാൻസൽ ചെയ്ത് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി അവൻ എടുത്തുകൊണ്ട് പോകണം. അവൻ്റെ വണ്ടി ഇങ്ങോട്ടും തരണം. ഓക്കെ, ഞാൻ അങ്ങോട്ട് വണ്ടി ഓടിച്ച് അവൻ ഇങ്ങോട്ടും വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈവ് ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ലൈവ് ലൊക്കേഷൻ ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ ഏതാണ്ട് അടുക്കാറായിട്ടുണ്ട്. ഞാനൊരു പ്രോപ്പർ സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്താം. ഞാൻ വണ്ടി ഒരു പ്രോപ്പർ സ്ഥലത്ത് നിർത്താമെന്ന് ഞാൻ പറയുന്നു. മിഷനിൽ നോക്കി ഞാൻ വണ്ടി നിർത്തുന്നു. അവർ കറക്റ്റ് ആ പോയിന്റിൽ. ഈ അറിവ് എവിടെ നിന്ന് വരുന്നു? ഇത് നമ്മൾ നാച്ചുറലി, ഇത് വളരെ സിമ്പിളാണ്. ഞാനിതൊരു എക്സാമ്പിളായിട്ട് ഇല്ലുസ്ട്രേറ്റ്. ഇപ്പോൾ ഉടനെ നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്കൊരു ഡ്രീം സ്റ്റേറ്റാണ് തന്നത്. ഇതിനകത്താണ് എല്ലാവരും കയറി പിടിക്കുന്നത്. ഇങ്ങനെയൊക്കെ സാധിക്കുമല്ലേ? ഇത് വെറും ഡ്രീമാണ്. ഇത് വെറും സ്വപ്നമാണ്. ഇത് സാധിക്കുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. സ്വപ്നത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെന്തോ ഭയങ്കര വലിയ മികവുള്ളവനായിരുന്നത് തോന്നുകയാണ്. അല്ലേ? സച്ചിൻ തെണ്ടുൽക്കർ കളി എന്ന് പറഞ്ഞാൽ ഡ്രീമാണ്.
അത് വെറും ഡ്രീമാണ്. ഈ സ്വപ്നം സാധിക്കാൻ നോക്കുന്നത് തന്നെയാണ് ഈ ലക്ഷ്യം എന്നും പറയുന്നത്. അതെ, സച്ചിൻ തെണ്ടുൽക്കർ ഇല്ല, മുന്നോട്ട് കൊണ്ടുപോകണ്ട. അതെ, നമ്മൾ ഈ മുന്നോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിന്റെ ട്രാപ്പാണ്. ഇല്ല ഇല്ല, വീട്ടിലിരിക്കാൻ പറ്റാത്ത ഭാഗം, നമുക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി പലതും ചെയ്യുന്നത്. നമ്മുടെ സ്വസ്ഥത പോയത് കൊണ്ടാണ്. നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, ശബ്ദിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കിടന്ന് സഫർ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എല്ലാവരും പറയണത്. എന്നിട്ട് പറ്റിച്ചിട്ടോ ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? ആൾ ടയേർഡായി പോകുന്നു. അതെ, നിങ്ങളെ ലക്ഷ്യം മാറ്റിയാൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം ഉണ്ടാക്കും? അല്ല ഇല്ല, ലക്ഷ്യം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്? എനിക്കൊരു ലക്ഷ്യവുമില്ല. ഇല്ല, അതാണ് എന്തുകൊണ്ട് ഈ അലസത എന്താണ്? നമ്മളിലുള്ള ചലനത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അലസത. ഒരലസതയുമില്ല എനിക്ക്. പക്ഷെ ഞാൻ ഒന്നിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അറിവെന്താണ്? എൻ്റെ അറിവാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ലേറ്റ് അല്ല. ഐ ആം ഓൺ ടൈം ഓൾവേസ്. എന്തുകൊണ്ട് ഐ ആം ഓൺ ടൈം? കാരണം ഞാനൊരു സ്വപ്നം ക്രിയേറ്റ് ചെയ്ത് 5 മണിക്ക് ഇന്നടുത്ത് എത്തിക്കോളാം, 10 മണിക്ക് ഇന്നടുത്ത് എത്തിക്കോളാം, അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്കില്ല. ഐ ആം ഓൾവേസ് ഓൺ ടൈം. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഡെസ്പറേറ്റ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ടാർഗറ്റ് ഉണ്ടാക്കി നമ്മൾ സഫർ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് രോഗങ്ങളുണ്ടാകില്ല. ഐ എം ഓൾവേസ് ഓൺ ടൈം. വെറുതെ ഇരിക്കാൻ പറ്റാത്തത് നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ. കാരണം നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ നമ്മളെ പഠിപ്പിക്കുന്ന, ജോലി ചെയ്യിപ്പിക്കുന്നതെല്ലാം അവർക്കൊരു നമ്മളെ കൊണ്ടൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് പതിയെ വെറുതെ ഇരിക്കാൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഭാഗത്തേക്ക് പോകുന്നത്. അത്യാഗ്രഹങ്ങൾ ഒഴിവാക്കാം. ബട്ട് ലക്ഷ്യമില്ലാതെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് മടി പിടിച്ചിരിക്കത്തില്ലേ? അത് മറ്റുള്ളവർക്കൊരു ബാധ്യതയായി മാറില്ലേ? യാതൊരുവിധ ലക്ഷ്യമില്ലാതെ ഒരാള് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറില്ലേ ആ ഒരു വ്യക്തി? ബാധ്യതയായി മാറില്ലേ? അവിടെ സംശയമാണ്. ഞാൻ താങ്കളോട് ചോദിക്കാം. അതെ, ഇല്ലാതെ ജീവിതം കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോകും? അതെ, എവിടെ എത്താനുള്ളത്? നമ്മൾക്ക് അല്ല, സി നമ്മൾ നമുക്ക് ലക്ഷ്യം ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ജോയുടെ ലക്ഷ്യം? എന്താണ്? ഞാൻ കൂടെ വരാം. സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫൈൻ. എവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്? സാഹചര്യത്തിനനുസരിച്ച്. എന്നിട്ട് എക്സാക്ട്ലി. കാരണം നമ്മൾക്ക് വേറൊന്നും ചെയ്യാനുള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്ക് വേറൊന്നും ചെയ്യാൻ തോന്നില്ല. മരണം വരും. എവിടുന്ന് മരണം വരുന്നു? എന്തുകൊണ്ട് മരണം വരുന്നു? ഒരു പിടുത്തവും ഇല്ല. മരണം വരെ ഞാനിങ്ങനെ ഓക്കെ ഒബ്സർവ്, ലിസൺ. മരണം വരെ. അപ്പം ഞാൻ ഇത്ര നാൾ ഈ ലക്ഷ്യത്തിന് എന്താണ് അഡ്വാൻറ്റേജ്? എന്താ? ഒരു ലക്ഷ്യം ഞാൻ ഉണ്ടാക്കുന്നു, മരണം വരെ എനിക്ക് ഈ ലക്ഷ്യം നടപ്പിലാക്കാം. അതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്താ? ഞാൻ മരിച്ചു പോകുന്നു. ഇവൻച്വലി ഞാൻ മരിച്ചു പോകുന്നു. ആ കാര്യം ഉറപ്പിച്ചു വെച്ചിരിക്കുക. എൻ്റെ ലക്ഷ്യം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഞാൻ മരിച്ചു പോകുന്നു. അത് കൺഫേം ചെയ്തു. അത് 100% ഉറപ്പാണ്. ഞാൻ മരിച്ചു പോകുന്നു. എൻ്റെ ലക്ഷ്യം കൊണ്ട്
എന്താണ് പ്രയോജനം? എന്താണ്? എന്നാൽ പിന്നെ ഇന്ന് തന്നെ മരിച്ചു പോയാൽ പോരെ? എന്തിന് വൈ ടുമാറോ? എന്തിന് നാളെ മരിക്കണം? ഇന്ന് തന്നെ മരിക്കുന്നതല്ലേ ബെറ്റർ. ഈ പാട് മുഴുവൻ ഈ പെടണം. പാട് മുഴുവൻ പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ പാട് വരുന്നു എന്നുള്ളത് നിങ്ങളുടെ തോന്നലല്ലേ? ഓക്കെ. ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴല്ലേ അത് പാടായി മാറും. അല്ല, അപ്പോൾ പിന്നെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾക്കൊരു പാടായി മാറുന്നത്? അപ്പോൾ പിന്നെ ഒരാൾ മടിയനായിട്ടിരിക്കുന്നു, ഒരാൾക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ എന്താ പ്രശ്നം? എന്താണ് അവിടെ എന്താ പ്രശ്നം? അലസതയിലേക്ക് നീങ്ങുമല്ലേ? അല്ല, ആയിക്കോട്ടെ, അയാൾക്ക് ഡിപ്രഷനിലേക്ക് പോവല്ലേ? ആയിക്കോട്ടെ, അയാൾ യാതൊരുവിധ ലക്ഷ്യമില്ലാത്ത ഒരാള് മാനസിക രോഗിയായി മാറില്ലേ? അല്ല, ആയിക്കോട്ടെ, ഇത് നിങ്ങളാണ് പറയുന്നത് അയാൾ ജോ, നിങ്ങളാണ് പറയുന്നത് അയാൾ മാനസിക രോഗിയാണെന്ന്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ആവില്ലേന്ന് ചോദിക്കുകയാണ്. അല്ല. യാതൊരുവിധ ലക്ഷ്യമില്ലാതെ അല്ലേ, വഴി പിടിച്ചിരിക്കുന്ന ഒരാള് മാനസിക രോഗമായി മാറൂലേ? ഇല്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഇവിടെയാണ് നമുക്ക് നമ്മളെ പറ്റിയുള്ള ക്ലാരിറ്റി ഇല്ല. ആകില്ലേ, മടിയനാകില്ലേ, ഡിപ്രഷനോട്ട് പോകില്ലേ, ഇതൊക്കെ കാരണം സംശയമാണ് ഇപ്പോഴും. മരിച്ചു പോകും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. മരിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ മടിയനായി പോകില്ലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് റിയാലിറ്റിയാണ് വേണ്ടത്. നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് വേണ്ടത് നമുക്ക് റിയാലിറ്റിയാണ്. ഇതിങ്ങനെയാണ്, ഇത് ഇങ്ങനെ ആയതുകൊണ്ട്, ഇന്നതുപോലെയാണത് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതങ്ങനെ നടക്കത്തുള്ളൂ. ഇത് എൻ്റെ ലക്ഷ്യമല്ല, ഇതെൻ്റെ ലക്ഷണമാണ്. ഇതിങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ലക്ഷണം എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ലക്ഷ്യം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ലക്ഷ്യത്ത് എത്തിയത് കൊണ്ട് എന്താണ്, ഞാൻ കുറച്ച് നേരം ആക്റ്റീവായിട്ടിരുന്ന്, എന്താണ് ഞാനെന്നറിയാതെ ഞാൻ കുറേ ആക്ടിവിറ്റി ചെയ്തു. പക്ഷേ ഇവൻച്വലി ബോഡി മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒരു ഭാഗം ചത്തുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാൻ ഈ ചാകുന്നു എന്നുള്ള ഭാഗം. എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ്? മരണത്തെ ഒഴിവാക്കലാണ് ജീവിക്കുക എന്ന് പറയുന്നത്. അതാണ് ജീവിതം. അപ്പോഴാണ് നമ്മൾ ഏറ്റവും ഉത്സാഹമുള്ളവനാകുന്നത്. നമുക്ക് അപ്പോഴാണ് റിയൽ ഉത്സാഹമുണ്ടാകുന്നത്. കാരണം എൻ്റെ ശരീരത്തെ മറ്റൊന്ന് നിയന്ത്രിക്കുന്നു. എന്താണ് നിയന്ത്രിക്കുന്നത്? എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നു? എൻ്റെ ശരീരം നിലനിൽക്കാനുള്ള കാരണമാണോ? അവിടെയാണ് വ്യക്തി ഉണരുന്ന, വ്യക്തി ജനിക്കുന്നത്. എന്നെ പലതും നിയന്ത്രിക്കുന്നു. എന്നെ എന്തിനു പലതും നിയന്ത്രിക്കുന്നു? അങ്ങനെയുള്ള ഒട്ടനവധി താല്പര്യങ്ങളാണ് എനിക്ക് ദുഃഖത്തിനും രോഗത്തിനും മരണത്തിനും കാരണം. അപ്പം ഞാനുണ്ട്, എല്ലാവരും ഞാനെന്ന് പറയും. ഞാനുണ്ടായിട്ട് എനിക്ക് രോഗം വരുന്നു. അപ്പം എന്തിനാണ് ഞാനുണ്ടായത്? എന്തിന് ഞാനുണ്ടായി? ഞാനുണ്ടായിട്ട് എന്നിൽ രോഗം വരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, സ്വപ്നങ്ങൾ വരുന്നു, എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. അങ്ങനെയെങ്കിൽ ഞാനും ഈ പ്രവർത്തന മണ്ഡലങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ ബന്ധമുണ്ടാകണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതിൻ്റെ ഫോർമുല, അതിൻ്റെ ഫോർമേഷൻ, ഇതെല്ലാം നമുക്ക് ഒബ്സേർവ് ചെയ്യാം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? ഓക്കെ, ദാഹത്തിന് വെള്ളം കുടിക്കണം. അപ്പം നമ്മുടെ ഉത്സാഹം നമ്മുടെ റിയാലിറ്റിയുമായിട്ട് കണക്റ്റായി. ഓക്കെ, എനിക്ക് എന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാം, എനിക്ക് അതോറിറ്റി ഉണ്ട്. ഞാൻ സ്വപ്നം കാണുകയല്ല, ഐ എം റിയലൈസിങ്. ഐ ആം എക്സിസ്റ്റിങ്. എൻ്റെ എക്സിസ്റ്റൻഷ്യൽ ഭാഗത്തിൻ്റെ പൊട്ടൻഷ്യലുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ റോഡിൽ പോകുമ്പോൾ ഒക്കെ ഒരു വണ്ടി എൻ്റെ നേരെ വന്നാൽ മരിക്കാതിരിക്കാനാണ് ഞാൻ മാറുന്നത്. എന്തുകൊണ്ട് ഞാൻ സൈനൈഡ് എടുത്ത് കഴിക്കുന്നില്ല? മരിക്കാതിരിക്കാനാണ്. ഞാൻ മരിക്കരുതും എന്നുള്ള താല്പര്യമാണ് നമ്മളുടേത്. അതുകൊണ്ടാണ് നമ്മൾ വസ്തുക്കൾ പൊസസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ വസ്തുക്കൾ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയും ഭയങ്കരമായിട്ട് ഇയാൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ചില ആൾക്കാർ ചെറിയൊരു ഒരു പേന വെച്ചെടുത്ത് കണ്ടില്ലെങ്കിൽ വീട്ടിൽ അംഗം വെട്ടിക്കളയും. ഇയാൾ മരിച്ചിരുന്നില്ല, ഇയാളുടെ ലക്ഷ്യമായിരുന്നു ഈ പേന വെച്ചെടുത്തുണ്ടാകണം.
കിട്ടിയില്ലെങ്കിൽ ഇതൊരു ഒരു ഫാമിലി വീട്ടിൽ വന്നൊരു പ്രാവശ്യം അപ്പനും അമ്മയും 2 പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ 2 പേരും MBBS പഠിക്കാൻ. ഇയാൾക്കൊരു വലിയൊരു ഫാക്ടറിയൊക്കെ ഉണ്ട്, 200 ചില്ലാനം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഇച്ചിരി ചെറിയ ഫാമിലി ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ ഇദ്ദേഹം പറയണേ, ഞാനൊരു 200 ചില്ലാനം തൊഴിലാളികളെ നോക്കുന്നൊരു ഫാക്ടറിയുടെ ഉടമസ്ഥനാണ്. ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കണ്ണട എവിടെയാണ് വെച്ചത് എന്ന് കണ്ടില്ലെന്നും പറഞ്ഞ് എൻ്റെ അടുത്താണ് പറയണത്. വീട്ടിൽ ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനോട് ചോദിക്കുന്നത് എൻ്റെ കണ്ണട എവിടെയാണ് വെച്ചതെന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ 200 ചില്ലാനം തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന ആളാണ്. ഇയാൾ സഫർ ചെയ്യാൻ അവിടെ പോയി. അവിടെ വീട്ടിൽ ഭാര്യ വരുമ്പോൾ ഭാര്യയുടെ അടുത്ത് ഭാര്യ കണ്ണട ചോദിച്ചാൽ ഭാര്യ പിന്നെ ആരോട് ചോദിക്കും? അയലന്തരത്തെ വീട്ടിലെ ആളോട് പോയി ചോദിക്കുക. കാരണം ഇവർ 2 പേരും ഒരു റൂം ഷെയർ ചെയ്യുന്നവരല്ലേ, അതുകൊണ്ടല്ലേ ഭാര്യ ചോദിക്കുന്നത്. ആ സെൻസില്ല. കാരണം ഇയാൾ സഫർ ചെയ്യും, അതിൽ വേറെ ഒന്നുമല്ല. ഈസ് നോട്ട് ലിവിങ് ഹിസ് ലൈഫ്. നമ്മുടെ ലൈഫ് റിച്ചായിട്ട് കൊണ്ടുപോകുമ്പോൾ യു ആർ എൻജോയിങ്, സഫറിങ് അല്ല. യു ഹാവ് ടു എൻജോയ് ലൈഫ്, നോട്ട് സഫർ ലൈഫ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമായിരിക്കുന്നു? അപ്പോൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഭാഗമാണ് അതിൻ്റെ തുടർച്ച. ലൈഫ് എൻജോയ് ചെയ്യാത്തതാണ് മരണം. അതാണ് രോഗം. ഒരു രോഗമൊക്കെ വരും, എന്ത് ചെയ്യാനാണ്? ക്യാൻസറൊക്കെ വന്നോളൂ, നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മൾ പോയി ഹോസ്പിറ്റലിൽ പോയി കീമോ ഒക്കെ എടുത്ത്, കാരണം എനിക്ക് ക്യാഷ്ലെസ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഞാൻ മെമ്പറാണ്, എനിക്ക് പീരിയോഡിക്കൽ ചെക്കപ്പൊക്കെ ഉണ്ട്. ഇതാണ് ഓരോരുത്തരുടെയും സ്റ്റേറ്റ്. ലക്ഷ്യമുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ് ഇതൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. ലൈഫിൻ്റെ റിച്ച്നെസ് അറിഞ്ഞിട്ടില്ല. ഇത് പുസ്തകം വായിച്ച് നമ്മൾ ഒരുപാട് പഴയ കാലഘട്ടത്തിലോട്ട് പോകില്ല. 2000 വർഷത്തിൻ്റെ പുറകോട്ട് പോകുന്ന ക്രിസ്ത്യാനികൾ ഖുർആൻ വായിച്ച് 10,005 വർഷം മുമ്പുള്ള മുഹമ്മദ് നബിയുടെ ഭാഗത്തോട്ട് പോകുന്നു. ഇവിടെ ഭാരതത്തിൽ 10,000 വർഷമോ അതിനപ്പുറത്തോട്ട് പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ തപ്പിപ്പിടിച്ചു പോകുന്നു. ഇപ്പം നിലനിൽക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് അറിയാനുള്ള സാധ്യതയെ നഷ്ടപ്പെടുത്തി കളയുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം, ഇപ്പം ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നു, അതിന് സംശയിക്കാൻ എന്താ? സംശയിക്കാനൊന്നുമില്ല. പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും എന്താണ് അഡ്വാൻറ്റേജ്? ഒരു അഡ്വാൻറ്റേജും ഇല്ല. കഷ്ടപ്പാടല്ലാണ്ട് വേറെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഉയർത്താൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നു. കുട്ടികൾ അല്ല, ഉണ്ടായിട്ട് എന്താ കാര്യം? എന്തിന്? അതാണ് പറയുന്നത്. അതെ, സ്വന്തം തന്നെത്താൻ അവനെ നയിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെല്ലാവരും മറ്റുള്ളൊരാൾ നയിക്കണം, നമ്മൾ തന്നെ മറ്റുള്ളവർ നമ്മളെ നയിക്കണമെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവിടെ കുറേ ഗുരുക്കന്മാരുണ്ട്. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും ഇങ്ങനെ വ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുള്ള സാധ്യത നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമ്മളാകാനുള്ള കാരണങ്ങൾ അവിടെ എന്താണ്? അപ്പോഴല്ലേ അതിൻ്റെ പവിത്രത. എന്നെ വേറൊരാൾ നിയന്ത്രിക്കണമെന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു. എന്താ കാരണം? കാരണം എന്നിലുണ്ടാകുന്ന മാറ്റത്തെ എനിക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഈശ്വരന്മാരുണ്ടായി, ഈശ്വരന്മാരാണ് നമ്മളെ നിയന്ത്രിക്കണമെന്നുള്ള സങ്കല്പം ഉണ്ടായി, സ്വർഗം ഉണ്ടായി, നരകം ഉണ്ടായി. ഇപ്പം മനുഷ്യന് ജീവിക്കാൻ പറ്റാതെയായി. ഇതൊക്കെ തലമുറകളായിട്ട് ഈ വിഡ്ഢിത്തരം. അതുകൊണ്ട് മരണം എപ്പോൾ വരും? ഉറപ്പുള്ള ഒരൊറ്റ കാര്യം, മരണം വരും ഒരു നാൾ, എന്നിട്ട് സ്വർഗത്ത് പോകാമെന്ന് പറയണത്. ഇവിടെ ഇരിക്കുന്ന ഭാഗം മര്യാദക്ക് ഒരു അറിവില്ലാത്തവൻ സ്വർഗം ഉണ്ടെന്നുള്ള ഭാഗം അടിവരയിട്ട് പറയും. സ്വർഗമുണ്ട്. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ തിരക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്വർഗത്തിലോട്ടുള്ള യാത്രയില്ല, അല്ലേ? പാട്ടും പാടും, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. അങ്ങനെ സ്വർഗയാത്ര ചെയ്യുന്നവർ ഈ പറയുന്ന ലക്ഷ്യം ഉണ്ടാക്കും. ഇവിടെ നരകമാക്കും. മനസ്സിലായി? വളരെ സിമ്പിളല്ലേ? ഹൃദയം പ്രവർത്തിക്കുന്നു.
ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരു അല്പം കോട്ടം വന്നാൽ അപ്പോഴറിയാം. ശ്വാസം മുട്ടൽ എത്ര മനോഹരമായിട്ടുള്ള സംവിധാനം. ഒരു മനുഷ്യനെ കളിയാക്കുന്നു, ഒരു മനുഷ്യനോട് തർക്കിക്കുന്നു, തല്ലുപിടിക്കുന്നു. എന്തിനാണ്? സഹകരണം ഉണ്ടെങ്കിൽ. ഇപ്പം ഞങ്ങളിവിടെ കണ്ണൂരിൽ നിന്ന് വന്ന ജെനിയ, കോഴിക്കോട് നിന്ന് വന്ന ഷാഫി, ചേർത്തലയിൽ നിന്ന് വന്ന സെബാസ്റ്റ്യൻ, ഞങ്ങൾ ഇന്നലെ എൻ്റെ ഇളയ മകനും ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും റിച്ച്നെസ്സാണ്. ഭയങ്കര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഞങ്ങൾ തന്നെ ഞങ്ങളെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. അതെ, അത് അത്രയും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നു. ഒരാൾക്ക് എന്തെങ്കിലും ഒരു സ്വപ്നത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും അയാളെ സ്വപ്നത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരും. ഇവിടെ എന്തും തുറന്നു പറയാം, ഇവിടെ ഫുൾ കാര്യം തുറന്നു പറയാം. അതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആരും തമ്മിൽ തല്ലുപിടുത്തോ അടിപിടുത്തോ ഒന്നുമില്ല. ഇത്തിരി 2-3 പേര് മാത്രം മതിയാണ്. ഇന്നലെ എന്നെ ഒരു ഡൽഹിയിൽ നിന്നൊരു പെണ്ണ് വിളിച്ചു. NLP എന്തൊക്കെയാണ് പറഞ്ഞത്. ഇല്ല സാറേ, രാവിലെ ലൈവ് കണ്ടില്ലല്ല, കുറച്ച് ദിവസമായിട്ട് ലൈവ് കാണുന്നില്ല. ഞാൻ പറഞ്ഞു ലൈവ് ഇല്ലെങ്കിലില്ല, അവിടെ അറ്റാച്ച്ഡായി നിങ്ങൾ, അത് സ്വപ്നത്തിലവിടെ സ്റ്റക്കായി. സാർ നമുക്ക് ഇവിടെ നമ്മൾ ക്ലബ് ഹൗസിലുണ്ട്, സംസാരിക്കാനുണ്ട്, യു ക്യാൻ കം ദർ. മനസ്സിലായി, ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗമാണ്. പോസിബിലിറ്റി ഇവിടെയാണ്. ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, 1-to-1 ഇൻട്രാക്ഷൻ. ആ ലൈഫാണ് എക്സ്പോസ്ഡ് ആകുന്നത്. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൃഷിയുമായിട്ട് സംസാരിച്ചു. കൃഷി ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അവൻ്റെ ഡ്രീമിൽ നിന്ന് അവൻ്റെ റിയാലിറ്റിയുടെ ഷോർട്ടായി 1 മണിക്കൂർ അവനിങ്ങനെ അവൻ്റെ അവസ്ഥയിലോട്ട് അവൻ കണക്റ്റ് ആകുന്ന കാണുമ്പോൾ ആഹാ, ഞാനുമായിട്ടല്ല അവനുമായിട്ടാണ് കണക്റ്റ് ആകുന്നത്. അവൻ ഇൻഡിപെൻഡൻ്റ് ആകണം ചെയ്ത്. ഐ ഫെൽറ്റ് വെരി ഫ്രീ. മനസ്സിലായി, ഞാൻ ഫ്രീ ആകണം ചെയ്ത്. കാരണം എന്താ, ആ വ്യക്തിയുടെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റിലൂടെ ആ വ്യക്തി മാറി. ആ വ്യക്തി മടിയനാകത്തില്ല ഒരു കാരണവശാലും. ഇത് 24 മണിക്കൂറും ആക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് നമ്മളിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. മറ്റ് പുറത്ത് ജോലി ചെയ്യുന്നവന് അവന് ശരിക്കും ഉഴപ്പാം, അവന് നല്ല രീതിയിൽ മടിയനാകും. ഇവിടെ 24 മണിക്കൂറും ആക്റ്റീവാകണം. അവനവനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും ആക്റ്റീവാണ്. അലസത ഒരു കാരണവശാലും നടക്കില്ല. കാരണം അത്രയും ജാഗ്രത വേണം. 24 മണിക്കൂറും ആക്റ്റീവായിരിക്കണം. 24 മണിക്കൂറും പെർഫെക്റ്റ് ഉറക്കത്തിലും ആക്റ്റീവായിരിക്കണം. അവിടെയാണ് നമ്മൾ ലൈവാകുന്നത്. അവിടെ അലസത സാധ്യമല്ല. ഒരു കാരണവശാലും സാധ്യതയില്ല. ഇവിടെ ജീവിക്കാൻ. കാരണം ഇവിടെ എന്താ ചെയ്യുന്നത്? മരണത്തെയാണ് ഭേദിക്കുന്നത്. എവിടെ നിന്നാണ് മരണം കയറി വരുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടർച്ച എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എത്രത്തോളം പറ്റും അത്രയും ചെയ്യും, അത്രയും മതി. നമ്മളെ വെന്റിലേറ്റർ അല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മളിലെ വെന്റിലേഷനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ വെന്റിലേറ്ററിൽ കൊണ്ടുപോയിട്ട് ഞാൻ ICUവിലായിരുന്നു, ലോകത്തിലെ ഏറ്റവും കൂടിയ ഹോസ്പിറ്റലിൽ ഞാൻ പോയി, എനിക്ക് ഏറ്റവും നല്ല ഡോക്ടേഴ്സിൻ്റെ കെയർ കിട്ടി, ഞാൻ തന്നെ എന്നെ കെയർ ചെയ്താൽ പോരെ. ഞാൻ തന്നെ എന്നെ കെയർ ചെയ്യുന്നു. മറ്റുള്ളവരെന്നെ കെയർ ചെയ്യുന്ന ഭാഗമല്ല, ഞാൻ തന്നെ എന്നെ കെയർ ചെയ്യുന്നു. അത് ആണ് നമ്മുടെ ലൈഫിൻ്റെ റിച്ച്നെസ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോഡി, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ശരീരത്തെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് കെയർ ചെയ്യിച്ചിട്ട് എന്തിനാണ്? അല്ല, ഇവിടെ നിറച്ചു മസാജ് പാർലേഴ്സ് ഉണ്ട്. എന്താണ് കാര്യം? അവനവൻ തന്നെ അവനവനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എന്ത് കാര്യത്തിന്? എന്തോരം വേശ്യാലയങ്ങളുണ്ട്. എന്താ കാര്യം? എന്താ എന്തിനാ ഇത്തരം വേശ്യാലയങ്ങൾ? സ്ത്രീയുടെ ശരീരം കൊടുക്കുകയാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. എന്താ കാര്യം? കാരണം എല്ലാവരും ടയേർഡാണ്, എല്ലാവരും പല വിധത്തിൽ രോഗികളാണ്, സുഖം അന്വേഷിച്ച് ഓടുകയാണ്. എന്തോരം ഡ്രഗ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
എന്തെല്ലാം തരത്തിലുള്ള ഡ്രഗ്സ്. ഇന്ന് കഞ്ചാവ് ഒരു കോമൺ സംഭവമായി നമ്മുടെ സൊസൈറ്റിയിൽ. എല്ലായിടത്തും ഉണ്ട്, വ്യാപകമായിട്ടുണ്ട്. മനസ്സിലായോ? ഡ്രഗ്സ്, MDMA ഒക്കെ വളരെ സുലഭമായിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഭയങ്കര പോപ്പുലറാണ് ഇതെല്ലാം. എന്തൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്ന കോഡ് ഭാഷകൾ? പോസ്റ്റ് ആകുമോ, ഹോൾട്ട് ഉണ്ടോ, എന്തൊക്കെ ലാംഗ്വേജസാണ് ഇതൊക്കെ. എന്നിട്ട് ഇതും സൊസൈറ്റിയിൽ പോപ്പുലറാണ്. എന്നിട്ട് ന്യൂ ജനറേഷൻ എന്നാണ് പറയണത്. അവർ ന്യൂ ജനറേഷൻ അല്ല, ദേ ആർ ന്യൂ ബോൺ. അവർ ദേ ആർ ന്യൂ ബോൺ. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻവയറമെൻറ്റിൽ നിന്ന് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയെ തരണം ചെയ്ത് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ ന്യൂ ജനറേഷൻ ആകുന്നത്. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്റ്റീവായിരിക്കണം. ഒരു സ്റ്റേജിനെ നമ്മൾ പെർഫെക്റ്റായിട്ട്, നമ്മളെ എൻവയറമെൻറ്റിനെ, നമ്മുടെ അന്തരീക്ഷത്തെ നമ്മൾ പ്രോപ്പറായിട്ട് സെൻസ് ചെയ്ത് അതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഹയർ അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുമ്പോഴാണ് ന്യൂ ജനറേഷൻ ആകുന്നത്. അപ്പോഴാണ് ന്യൂ ജനറേഷൻ ആകുന്നത്. നമ്മൾ അലസതയല്ല, ലക്ഷ്യമല്ല, ഇതെൻ്റെ ലക്ഷണമാണ്, എൻ്റെ ലക്ഷണത്തിൽ എനിക്ക് ഇരിക്കാൻ പറ്റണം. ഞാനും ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ലക്ഷം, ഒരു മാസത്തെ വരുമാനം 1 ലക്ഷമായി, 2ആയി, 5ആയി, 10ആയി. 10ആയപ്പോൾ ഞാൻ നിർത്തി. മനസ്സിലായി, എൻ്റെ അപകടം മനസ്സിലായി. പിന്നെ ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗത്തോട്ട് ഞാൻ പോയില്ല. കാരണം ഫാമിലി മെമ്പേഴ്സ്, വീട്ടിലുള്ള മക്കളുമായിട്ട് ബന്ധമില്ല, ഭാര്യയായിട്ട് ഒരു ബന്ധവുമില്ല. ഭാര്യയുണ്ട്, വീട്ടിലുണ്ട്, ഭാര്യയായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ടായി. മക്കളുമായിട്ട് കൂടിയപ്പോഴല്ലേ എന്തോ വരുന്നേ? അല്ലാതെ ലക്ഷ്യമോ കൂടുമ്പോ നമുക്ക് ബന്ധങ്ങളില്ലാതെ, ആഗ്രഹങ്ങൾ കൂടുമ്പോഴല്ലേ ഈ ബന്ധങ്ങളില്ലാതെ ആവുന്നേ. അല്ലാതെ ലക്ഷ്യം ഉള്ളത് കൊണ്ട് ഒരാൾക്ക് ബന്ധമില്ലാതെ ആവും. തീർച്ചയായിട്ടും ഒരാൾക്ക് ഭാര്യയുടെ ഒപ്പം താമസിക്കണം, കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ അയാൾ അതിലേക്ക് വേണ്ടിയല്ലേ പ്രവൃത്തി വരിക. അത് ലക്ഷ്യമാകുന്നത് എങ്ങനെയാണ് സുഹൃത്തെ? നമ്മളിവിടെയുള്ള മനുഷ്യരെല്ലായിട്ട് സഹകരിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷ്യമല്ല, നമ്മുടെ ലക്ഷണമാണ് നോക്കേണ്ടത്. നിങ്ങളോട് ഞാൻ സഹകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനെന്താണ്? ഞാനല്ലേ സഹകരിക്കുന്നത്? നിങ്ങളല്ലേ എനിക്ക്. മാറ്റിയെടുക്കുന്നത് നമ്മുടെ ഒരു ലക്ഷ്യമല്ലേ സുഹൃത്തെ ശ്രദ്ധിക്കുക, വേണ്ടി നമ്മുടെ ഒരു സ്വഭാവം മാറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടുന്ന മാറ്റിയെടുക്കുന്നത് നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ സുഹൃത്തെ. നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന് മാറുമ്പോഴല്ലേ ഇവിടെ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള റാപ്പോ പോകുന്നത്. ഇവിടെ നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള കാര്യങ്ങളെ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ റാപ്പോയിൽ വന്നാൽ മതി. ആ റാപ്പോയിൽ ആകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലക്ഷണം എന്താണ്? എൻ്റെ ലക്ഷണം എന്താണ്? എന്നെ എങ്ങനെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഞാനല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത്. ഞാനല്ല എന്നെ സൃഷ്ടിച്ചത്, ഞാൻ സൃഷ്ടിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ ബിഹേവിയർ മാറ്റിയാൽ എനിക്ക് മറ്റുള്ളവരോട് സഹകരിക്കാം. പക്ഷേ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന റിയാലിറ്റി എന്താണ്? അത് മനസ്സിലാക്കിയാൽ ഇതെങ്ങനെയാണ്, ഇനി ഇതിനകത്ത് മാറ്റാനൊന്നുമില്ല. ഇതിനകത്ത് മാറ്റം വരുത്തുന്നത് എന്താണ്? അതും സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെയാണ്. അവിടെ പെർഫെക്റ്റായി. ഇതിങ്ങനെയാണ്, ലക്ഷ്യമല്ല ലക്ഷണമാണ്. ഇതിങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ മാറ്റി 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 അവസാനം ഞാൻ ഇല്ലാണ്ടായി. ഞാൻ ആർക്കോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ എന്നിൽ മാറ്റം വരുത്തി. അവർക്കുണ്ടോ അവരോട് സ്നേഹത്തോട് വർത്താനം പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോഴ കൊടുത്ത് അവരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി. പക്ഷേ എന്നിട്ട് നടക്കുന്നില്ല, എന്നിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നില്ല. രോഗം വരുന്നു, അവർക്കും വരുന്നു, എനിക്കും വരുന്നു. പകരം ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ ഫോർമേഷൻ എൻ്റെ ഇൻഫോർമേഷനാക്കി. അതങ്ങനെ നിൽക്കത്തുള്ളൂ. കാരണം ഇത് യൂണിവേഴ്സ് സൃഷ്ടിച്ചതാണ്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള സംവിധാനമാണിത്. ഇതിനകത്ത് ഞാനെന്ന് പറയുന്ന ഒരു അല്പപ്രാണി, ആ അല്പപ്രാണി തീരുമാനമെടുത്ത് ഇതിങ്ങനെയല്ല ഇരിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല, നടക്കുകയല്ല. ആ വിഡ്ഢിത്തരം ഞാൻ നിർത്തി. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് ഒരു പ്രാധാന്യമില്ലാണ്ടായി. എന്നിട്ട്
ഞാൻ എന്തിൽ നിന്നാണ് ഞാനായത് പരിശോധിച്ചപ്പോൾ ഇത് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ ഇൻ്റലിജൻസാണ്. ഹൈ ഗ്രേഡ് ടോപ്പ് ഗ്രേഡ് ഇൻ്റലിജൻസാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഏതാനും സമയത്തിനുള്ളിൽ ശരീരമായിട്ട് മാറാൻ കപ്പാസിറ്റിയുള്ള ഇൻ്റലിജൻസാണ്. എൻ്റെ ബുദ്ധിക്ക് അതിനുള്ള കഴിവില്ല, എൻ്റെ ബുദ്ധിക്കില്ല. പക്ഷെ ഈ ബുദ്ധിക്കുണ്ട്. അതുകൊണ്ട് മറ്റൊരാളെ കേൾക്കുമ്പോൾ എൻ്റെ ശരീരം ഡൈജസ്റ്റ് ചെയ്ത് ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തുടരാനുള്ള എല്ലാ പ്രായോഗിക ഭാഗത്തോട്ടും കൊണ്ടുപോകുന്നുണ്ട്. മറ്റൊരു വ്യക്തിയായിട്ട് എനിക്ക് തർക്കിക്കേണ്ടി വരുന്നില്ല. കാരണം എൻ്റെ ബുദ്ധി കൊണ്ടല്ല മറ്റൊരാളെ ഞാൻ കേൾക്കുന്നത്, എന്നിലെ ബുദ്ധി കൊണ്ടാണ്. എങ്ങനെ? എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ തർക്കിക്കുന്നത്. ഇപ്പം എനിക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ എങ്ങനെയാണ് ശരീരത്തിൻ്റെ നാനാഭാഗത്തോട്ട് എത്തിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളെ കേൾക്കുമ്പോൾ ഞാൻ അനങ്ങാതെ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. ആ ശബ്ദം ഉള്ളിൽ ചെന്ന് എൻ്റെ ആന്തരിക വ്യവസ്ഥ അതിനെ അനലൈസ് ചെയ്ത് എനിക്ക് തരുന്നു. അത് ഞാൻ വളരെ ഫ്രീയാണ്. ആരും എന്ന് എന്ത് പറഞ്ഞാലും എനിക്ക് ഇൻഫർമേഷൻ തരുന്ന എൻ്റെ ബുദ്ധി കൊണ്ടല്ല. ഞാൻ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള സവിശേഷതയാണ് എനിക്ക് വിവേകം തരുന്നത്. ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഇരുന്നാൽ മതി. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുമായിട്ട് റാപ്പിൽ പോകാനുള്ള കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കണം, ഇത്രയേ ഉള്ളൂ. ഇതനുഭവിക്കണം, ഇതിൽ തുടരണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യുന്നുണ്ട്. ഇന്ന് എനിക്ക് 61 വയസ്സാകാൻ പോകുന്നു. ഞാനൊരു 80 വയസ്സൊക്കെ ആകുമ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ പവർഫുള്ളായിരിക്കും. ഓരോ ദിവസം ചെല്ലുന്നതോറും, ഓരോ മണിക്കൂർ മാറും തോറും ഞാൻ എന്നിൽ കൂടുതൽ സജീവമാകുകയും ഞാൻ കൂടുതൽ എൻഗേജ്ഡ് ആകുകയും ഭയങ്കര ജോയ്ഫുള്ളാണ് ലൈഫ്. ഒരു ടെൻഷനും ഇല്ല. ചിലപ്പോൾ മകൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റാഫ് വേറൊരു ജോലി വീട്ടിൽ പോകാൻ പോകുന്നു. ഞാൻ പറഞ്ഞു അവന് ഇന്നൊക്കെ കൊടുക്കും. അവൻ ഇത്രയും ദിവസം വന്നിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവിടെ അവന് മോനെ നീ ഇത് കൊടുക്ക്. കാരണം അവനത് അറിയത്തില്ല. മനസ്സിലായി? അതിൻ്റെ ആ ഒരു ബ്യൂട്ടി അത് ഷെയർ ചെയ്യുക. മനസ്സിലായി? നമ്മുടെ കൈവശം ഉള്ളത് എന്തൊക്കെയാണ് അത് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും അതിനകത്താണ്. പക്ഷെ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മളെ തന്നെ ഷെയർ ചെയ്യുക. ഇപ്പം എന്നെ തന്നെ ഞാൻ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ വേറെ ആർക്കൊന്നും കയ്യിൽ വെച്ച് കൊടുക്കുന്നില്ല. പക്ഷെ എന്നെ തന്നെ ഷെയർ ചെയ്യാൻ ഇതല്ലേ ചെയ്യേണ്ടത്. ഇതാർക്കും അവരവരെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരിൽ കുറേ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇതൊക്കെയാണ്. അവരെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്നെ തന്നെ ഷെയർ ചെയ്യുന്നത്, അതിൽ വേറെ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ വോയിസ് എന്ന് പറയുന്നത് ഐ ആം ഷെയറിങ് മൈ സെൽഫ്. വൈ പീപ്പിൾ കം ആൻഡ് ലിസൺ ടു മീ? ബിക്കോസ് ഐ ആം ഷെയറിങ് മൈ സെൽഫ്. അവർക്ക് അവരെ കിട്ടണം, എന്നെയല്ല അവർ നോക്കുന്നത്. അവർക്ക് അവരെ കിട്ടണം, അവർക്ക് സമാധാനമുണ്ട്. പലരും പറയും വീഡിയോ ഓണാക്കി വെച്ചിട്ട് സാറിൻ്റെ ടോക്ക് കേട്ടുകൊണ്ടാണ് അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുന്നത് കേട്ടോ. ആയിക്കോട്ടെ, ഇവൻച്വലി വാട്ട് വിൽ ഹാപ്പൻ? അവരവരെ റിയലൈസ് ചെയ്യും, അല്ലാണ്ട് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ റിലാക്സ്ഡ് ആകി. ഇപ്പോൾ ഇവിടെ വന്ന് 2 അമ്മമാർ താമസിച്ച് എബോവ് 60 2 പേര് വന്ന് താമസിച്ചു. അവർ ഭയങ്കര റിലാക്സ്ഡായിട്ട് അവർ തുള്ളി കളിച്ച് കൊച്ചു പിള്ളേരെ പോലെ ഇവരോട് ഇറങ്ങുന്നു. ഇവരാണ് ഇവിടെ ഫുഡൊക്കെ പാചകം ചെയ്തത്. നമ്മൾ വിചാരിച്ച 2 പ്രായമുള്ളവർ 2 പേർക്കും ഒരുപാട് ബുദ്ധിമുട്ടും അതും ഇതൊക്കെ ഉണ്ട്, അങ്ങനെ വന്ന് താമസിക്കാൻ പറ്റുമോ ഇതൊക്കെ എന്നുള്ള ഭയങ്കര ഭാഗത്തൊക്കെ ആയിരുന്നു 2 പേരും. പക്ഷേ 2 പേരും ഇവിടെ വന്ന് കൊച്ചു കുട്ടികളെ പോലെ, കോളേജ് കുട്ടികളെ പോലെ ഇവിടെ വന്ന് താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഒപ്പം ഭയങ്കര എനർജറ്റിക്കായിട്ട്. ഇവിടെ മിക്കപ്പോഴും വരുന്നവരാണ് നമ്മുടെ ഒപ്പം കയറി അടുക്കളയിൽ കയറി കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ തുടങ്ങും. വരുന്നവരാണ് കുക്ക് ചെയ്യുന്നത് കൂടുതലും. മനസ്സിലായി? ഇവിടെ വരുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ കുക്ക് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ആ കുക്കിങ്ങിൻ്റെ ആധിപത്യം പിടിച്ചെടുക്കും നമ്മുടെ കയ്യിൽ നിന്ന്. ഭയങ്കര റിച്ചാണ്. വരുന്നവരാരാണ്, എവിടെ നിന്നാണ്? അതൊന്നും നമ്മൾ അവരെ ഒറ്റ കാര്യം നോക്കുന്നത്, അവരെന്തിനാണ് വരണത്,
ഇവിടെ വന്നിരുന്ന് കഞ്ചാവ് വലിക്കാനോ വീഡിയോ വലിക്കാനോ മദ്യപിക്കാനോ അല്ല. അത് നമ്മൾ വീടുകൊണ്ട് എൻ്റർടൈൻ ഇല്ല, ഇല്ല, നമ്മൾ അതിന് വേണ്ടി വായ തുറന്നു കൊടുക്കുകയല്ല. മനസ്സിലായി? എന്ത് ചെയ്യാനോട്ട് വേറെ എന്തെങ്കിലും ഒരു നേരം പോക്കിന്. ഇപ്പോൾ ഒരു ദിവസം ഒരു വലിയൊരു യൂട്യൂബറാണ്, പുള്ളിക്കാരൻ പറഞ്ഞ് എനിക്ക് രഹസ്യമായിട്ട് അവിടെ ഒന്ന് താമസിക്കാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞോ, നമ്മൾ ആളെ പറയുന്നില്ല, രഹസ്യമായിട്ട് അവിടെ ഒന്ന് താമസിക്കാൻ പറ്റുമോ? കാരണം ഇയാൾക്ക് കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇയാൾക്ക് കൂടെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ രഹസ്യമായിട്ട് നമ്മളില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, നമ്മൾ എല്ലാം ഓപ്പണാണ്. ഇവിടെ ഒന്നും അടച്ചു വെച്ചിട്ടൊരു പരിപാടിയില്ല, എല്ലാം ഓപ്പണാണ്. എല്ലാവർക്കും ഇവിടെ ഫുള്ളിടുക, എല്ലാ വാതിലും എല്ലാം തുറന്നു കിടക്കുക. കാരണം ഒരു മനുഷ്യനെ ഭയപ്പെടുന്ന എന്തിനാ? കാരണം മനുഷ്യനെ ഭയപ്പെടണം. അവൻ ഡ്രഗിൻ്റെ അടിമയായി. ഇനി ലക്ഷ്യം തേടി 8ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളാണ് കഞ്ചാവ് വലിക്കുന്നത്. കാരണം ഓരോ വർഷം പണ്ടത്തെ ഭാഗത്തല്ല, പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇത് വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രകാശ് കാനഡയിൽ നിന്ന് ഇവിടെ കാഞ്ഞങ്ങാട് വന്നിട്ടുണ്ട്. പ്രകാശ്, ഇവിടുത്തെ ഡ്രൈവിങ് ഭയങ്കര ഡേഞ്ചറസാണ്. കാനഡയിൽ ഡ്രൈവിങ് സേഫാണ്. ഇവിടെ ഡ്രൈവ് ചെയ്താൽ ലോകത്ത് എവിടെയും ഡ്രൈവ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിൽ മാത്രമേ ഇച്ചിരി പാടുണ്ടാകത്തുള്ളൂ. ആഫ്രിക്കയിൽ ഇതിലും വേഴ്സ്റ്റ് ഡ്രൈവിങ്ങാണ്. അതിന് എന്തുകൊണ്ടാണ്? ഭയങ്കര സിമ്പിളല്ലേ? ലക്ഷ്യത്തിലൂടെ എത്താൻ മനുഷ്യൻ കിടന്ന് പാടുപെടുക. നമ്മുടെ ലക്ഷണം ഇത്ര കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പെർഫെക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. നോക്കണേ, കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പെർഫെക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന സിസ്റ്റമാണ്. അതിൻ്റെ ഇൻ്റലിജൻസിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇവിടെ കണ്ട കാഴ്ച വിട്ട് ലക്ഷ്യമുണ്ടാക്കുന്നു. നമ്മൾ ചുറ്റുപാടും കണ്ട കാര്യങ്ങൾ വെച്ച് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഇത് സർവൈവ് ചെയ്യാനാണ്. ഇതിൻ്റെ താല്പര്യം ഇത് സർവൈവ് ചെയ്യാനാണ് നോക്കുന്നത്, അതിൽ വേറൊന്നുമല്ല. ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സർവൈവലിന്. ഇതിൻ്റെ കോർ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത് ടു സർവൈവ് ഓൺ ആൻഡ് ഓൺ. അതാണ് ഇത് നോക്കുന്നത്. അതല്ലാത്ത കാര്യങ്ങളോട്ട് ഡൈവേർട്ട് ആയിക്കഴിഞ്ഞാൽ അപ്പം അത് ഇൻഫർമേഷൻ തരും. പക്ഷെ നമ്മൾ വകവെക്കല്ല. വേറൊന്നുമില്ല. എല്ലാവരും ക്ലബ് ഹൗസിൽ തുടങ്ങിയപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ 10, 20, ഇപ്പം ജെനിയ തന്നെ 25 വയസ്സ്. അവൾ ബിടെക് എൻജിനീയറിങ് പാസ്സായി ജോലി ഉണ്ടായിരുന്നു. അവൾ ജോലിയും കളഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. ജോലിൻ്റെ രാജിവെച്ച് ബിടെക് എൻജിനീയറാണ്, ജോലി ഉണ്ടായിരുന്നതാണ്. അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് തലക്ക് ഭ്രാന്തല്ലേ? ആ വിവേകം ഷാഫിക്ക് ഭാര്യയും മക്കളും എല്ലാവരുമായിട്ട്, പക്ഷെ റിച്ചായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. റിച്ചായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കുന്ന ഭാഗം ഒരു 2 മിനിറ്റ് പരസ്പരം സ്നേഹത്തോട് സംസാരിച്ച് നോക്കിക്കേ. മറ്റൊരാളെ 1 മിനിറ്റ് സംസാരിച്ച് നോക്കിക്കേ. മറ്റൊരാളോട് സ്നേഹത്തിൽ പറ്റുന്നില്ല ആർക്കും. ഒന്നും സംസാരിക്കാതെ കൂടെ ഇരുന്ന് നോക്കി. ഇതിപ്പോ പണ്ട് ഇവിടെ ഒരു കഥ ഇന്നലെ പറഞ്ഞേ, ഏതാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസനും ശ്രീനാരായണ ഗുരുവും കൂടി കൂട്ടുമുട്ടിയപ്പോഴത്തേക്കും കണ്ടുമുട്ടിയപ്പോ ഇവർ രണ്ടുപേരും കൂടി ഒന്നും മിണ്ടിയില്ലെന്നാണ്. അവർക്കൊന്നും മിണ്ടാനില്ലായിരുന്നു. അതിന് നമ്മളെന്ത് ചെയ്യണം? നമ്മളോട് കഥ പറയണത് എന്തിനാണ്? അങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊന്നും അല്ല. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണം, സ്നേഹിക്കണം, സന്തോഷിക്കണം, ജീവിക്കണം. ഇത് മറ്റുള്ളവരാരോ മഹാൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നോടൊന്നും മിണ്ടത്തില്ല. നിന്നോട് മിണ്ടിയാൽ ഞാൻ മഹാനല്ല ഉണ്ടാവും. ഒരു ബലം പിടിച്ച് പാടുപെടുകയാണ്. ഈ മഹാന്മാരെ പോലെ യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ കുറെ ആൾക്കാർ നോക്കുന്നു. യേശു ക്രിസ്തുവിന് എന്ത് പറ്റി ആർക്കും അറിയത്തില്ല.
ആർക്കും അറിയത്തില്ല അങ്ങേര് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ആ കാലഘട്ടത്തിലെ നിയമം കുറിച്ച് കൊന്നു കളഞ്ഞ്. അത്രയേ ഉള്ളൂ. ചത്തുപോയി. മനസ്സിലായോ? 33 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ പാവം. നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ ഭയങ്കര റിച്ചായിട്ട് ജീവിക്കണം. ഇതിൻ്റെ അതോറിറ്റി എവിടെയാണ്? ഇതിൻ്റെ അതോറിറ്റി ഇതിനെ ചലിപ്പിക്കുന്ന ആരാണ്? അവിടെയാണ് അറിവ്. ഞാൻ ഓടി നടക്കുകയാണ് ബിംബത്തിൻ്റെ പുറകെ, വേറെ കുറേ സ്വപ്നത്തിൻ്റെ പുറകെ ഓടുകയാണ്. പത്ത് 50 വയസ്സ്, ഇപ്പം 40-50 വയസ്സാകുമ്പോൾ തന്നെ ഷുഗറും പ്രഷറും ലോകത്തില്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് ലക്ഷ്യമാണ്. കാരണം എന്താണ്? അവർക്ക് രോഗം വേണം, കാരണം മരിക്കണ്ടേ. ഓക്കെ, ഫൈൻ. ലക്ഷ്യം എന്താണ്? മരണമാണ് അല്ലേ? ലക്ഷ്യം മരണമാണ്, മരിക്കും. അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടി നടക്കണം അല്ലേ? വണ്ടിയുടെ പെട്രോൾ ടാങ്കിൽ പെട്രോൾ തീരുന്നവരെ വണ്ടി ഓടിക്കണം. പെട്രോൾ തീരുമ്പോഴെ പെട്രോൾ തീരുന്നിടത്ത് കിടന്ന്, അത്രയേ ഉള്ളൂ. നമ്മളങ്ങനെയല്ല. നമ്മൾ പെട്രോളൊക്കെ പ്രോപ്പറായിട്ട് റീഫില്ല് ചെയ്ത് അത് മരിക്കാതെ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഒബ്സേർവ് ചെയ്ത് കണ്ടുപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ കൊണ്ട്, അവനവനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഇതിൻ്റെ പ്രോപ്പർ ഇൻ്റലിജൻസ് എന്താണ്? അതുമായിട്ട് കണക്റ്റ് ആകുകയല്ല. എൻ്റെ വേറെ എന്താ ചെയ്യേണ്ടത്? ഇത് അവരവർ ചെയ്യേണ്ടതല്ലേ? ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പഠിച്ച കാര്യങ്ങളുണ്ട്, ജീവിതം മുന്നോട്ട് പോകത്തില്ല. ടെമ്പററി ചില കാര്യങ്ങൾ ചെയ്യാം, ഫൈൻ. പരമാവധി അട്രാക്ഷന്റെ ഭാഗം പറഞ്ഞത് ക്ലിയറായി. റിപ്പൽഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയുള്ള ഭാഗം ഓപ്പൺ ആകുന്നു? അതെ, നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു, അത് നമുക്ക് അട്രാക്ഷനാണ് അല്ലേ? ശ്വാസം ഉള്ളിലോട്ട് ആകർഷിച്ചല്ലേ വരുന്നത്. ശ്വാസം പുറത്തോട്ട് പോകുന്നത് എന്താണ്? നേരെ ഓപ്പോസിറ്റ് അല്ലേ? അപ്പം നമ്മളുടെ അട്രാക്ഷനും നമ്മളുടെ റിപ്പൾഷനും നമ്മളുടെ ആ ഒരു എന്തെന്നാണ് ആ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇതിനകത്തുണ്ട് സർവ്വതും. അതുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ലൈവ്ലിനെസ്സിലോട്ട് വരുന്നത്. നമ്മളിൽ എവിടെയാണ് സൂക്ഷ്മമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ അറിയുന്നത്? അങ്ങനെയാണ് ലോകം മുഴുവനും. നമുക്കറിയാനുള്ള മീൻസ് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിലാണ് ഡയറക്റ്റ് ആക്സസ്, ഡയറക്റ്റ് കൺഫർമേഷൻ. നമ്മളിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമുക്ക് ഒബ്സേർവ് ചെയ്യാനും നമുക്കതനുസരിച്ച് ജീവിക്കാനും പറ്റത്തുള്ളൂ. അത് പുറമേ കാണുന്ന മാറ്റത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. വളരെ സിമ്പിളാണ്. നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ അതാണ് നമ്മുടെ ബേസ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് മലമൂത്രമായിട്ട് പുറത്തേക്ക് പോണതും ആ ഒരു എടുത്ത് കളയൽ തന്നെയാണല്ല. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമ്മളിലാണ് നമ്മൾ ലൈവ്. നമ്മളിലുണ്ടാകുന്ന സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെ ശ്രദ്ധിക്കുമ്പോൾ, നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം, നിരന്തരം ഉണ്ടാകുന്ന മാറ്റം, അതുമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം തെളിഞ്ഞൊളിഞ്ഞു വരും. ഇതവിടം വരെ എത്താൻ പറ്റുന്നില്ല. ഭാര്യനെ നോക്കണം, കാമുകീനെ നോക്കണം, അപ്പുറത്തെ വീട്ടിൽ അവിടെ പുതിയ കാറ് മേടിച്ചത്, എന്താ മേടിച്ചത്, അവിടെ എന്താ ശബ്ദം, എന്നിലെന്താ മാറ്റം, അത് ശ്രദ്ധിക്കുന്നില്ല. പറ. നമ്മളൊരു വസ്തുവിനെ ഹോൾഡ് ചെയ്യുമ്പോൾ അത് അട്രാക്ഷൻ. അതായത് നമ്മൾ കയ്യിലൊരു സാധനം വെച്ചിട്ടുണ്ട്. ഓക്കെ, കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്, രണ്ട് കയ്യിലൊരു സാധനമുണ്ട്. നമ്മളൊരു സാധനം കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ? വാങ്ങാൻ പറ്റത്തില്ല. ഇതാണ് പലവരും തർക്കിക്കുന്നതിൻ്റെ കാരണം. ഇതാണ് അവരുടെ കൈ നിറഞ്ഞിരിക്കുക, അത് കളയാൻ അവർ തയ്യാറല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കണ ഇതാ, ഞാൻ ചോദിക്കുന്ന കാര്യം അവിടെ കയ്യിൽ നിന്ന് വിട്, അവർ ഫ്രീ ആവും, അപ്പം കേൾക്കാൻ പറ്റും. ഇത് കയ്യിൽ സാധനം പിടിച്ചിരിക്കുക, ഇത് പോയാൽ എൻ്റെ ജീവിതം ഇല്ല. ഞാൻ എൻ്റെ സുഖത്തിന് കാരണം പിന്നെ അത് പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, മനസ്സിലായി? എന്നിട്ടിരുന്ന് പാടുപിടിയാണ്. ഇതങ്ങോട്ട് കളഞ്ഞാൽ, കയ്യിൽ നിന്ന് വിട്ടാൽ സ്വതന്ത്രം. ഇത്രയേ ഉള്ളു കാര്യം. അല്ലാണ്ട് ഭയങ്കര വലിയ തലപോകണ കാര്യമൊന്നുമില്ല. എൻ്റെ ആശയം ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്.
എൻ്റെ ആശയം വിട്ടാലല്ലേ കേൾവി ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്തതല്ല, നമ്മളെ ഹോൾഡ് ചെയ്തിരിക്കുന്ന അവസ്ഥ അനുഭവിക്കുമ്പോഴാണ് അട്രാക്ഷനും റീപൾഷനും പെർഫെക്റ്റ് ആവുന്നത്. അതെ, നമ്മളിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ? നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം ഇവിടെ ഉണ്ടായിരിക്കുന്നത്? അല്ല. നമ്മൾ ചെയ്തിട്ട് നിലനിർത്താനും പറ്റത്തില്ല. എന്തൊക്കെ ചെയ്യും, നമ്മുടെ ആവശ്യം മരണത്തെ ഭേദിക്കുക എന്നുള്ളതാണ്. അപ്പം അവിടെ സത്യസന്ധത കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഇത് മരിച്ചു പോകും, അതുകൊണ്ട് സത്യസന്ധത ആവശ്യമില്ല. എല്ലാവരും കക്കുന്നു, ഞാനും കക്കുന്നു, എന്താ കുഴപ്പം? എല്ലാവരും കക്കുന്നു, കാരണം എല്ലാവരും മരിച്ചു പോകും. എല്ലായിടത്തും രോഗം വന്ന് മരിക്കുന്നത് കാണുന്നു. കുട്ടികളെന്ത് ചെയ്യും? കുട്ടികൾക്ക് വേറെ വഴിയില്ല, മാതാപിതാക്കളും സഫർ ചെയ്യുന്നു, സഫർ ചെയ്യാത്ത ആരുമില്ല. പിന്നെ ഇച്ചിരി ഡ്രഗ്സ് ഒക്കെ എടുത്ത് സഫർ ചെയ്താലെന്താ? മഹാന്മാരും രോഗം വന്ന് ചത്തുപോയി, എല്ലാവരും രോഗം അതൊക്കെ വരും. സയൻസ് എന്നെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കും. സെബാസ്റ്റ്യനും പനിയും ജലദോഷമൊക്കെ വരുന്നുണ്ട്. അതെ, സെബാസ്റ്റ്യനും പനിയും വേദനയൊക്കെ ഉണ്ട്. പിന്നെന്ത് കാര്യം? നമ്മളിൽ എന്തെങ്കിലും അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കുക, എവിടെ നിന്ന് എങ്ങനെ വന്ന്. സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളിൽ സജീവമായിട്ട് തുടരാൻ പറ്റത്തുള്ളൂ. ചെറിയ ചെറിയ കേടുകളും അതും ഇതൊക്കെ കാണുമ്പോൾ അതിന് ഉള്ളിലോട്ട് ചെല്ലുക, വർക്ക് ചെയ്യുക, അറ്റൻഷൻ കൊടുക്കുക. ശരീരം വേദന വന്ന് അത് വന്ന് ഇത് വന്ന് അപ്പോഴൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും. അല്ല, പുതിയതായിട്ട് കിട്ടിയ ശരീരമല്ലേ, അധികം നാളായിട്ടില്ല. ഇത് പലവര് നോക്കിയതല്ലേ, പലവര് നോക്കിയതാണ്. ഇനിയിപ്പോൾ എൻ്റെ കൈ കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല. 60 വർഷം എന്ന് പറയുന്നത് കഥയൊന്നുമില്ല. കാരണം ഞാൻ ഏറ്റെടുത്ത് തുടങ്ങി വന്നപ്പോൾ എല്ലാവരും പലവരുടെ കയ്യിലായിരുന്നു ഈ ശരീരം. പലവരുടെ കയ്യിലാണ്. കാരണം ഒരു പെണ്ണിനെ ആഗ്രഹിക്കുമ്പോൾ അത് പെണ്ണിൻ്റെ കയ്യിലായിരുന്നു കുറേ നാൾ. ശ്രദ്ധിക്കണേ, ഒരു പെണ്ണിനെ എനിക്കിഷ്ടമാണ്, ഒരു പെണ്ണിനെ എനിക്ക് ആഗ്രഹമാണ്, ഒരു പെണ്ണുമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം പെണ്ണിൻ്റെ കൺട്രോളിലായിരുന്നു. പെണ്ണിൻ്റെ കൺട്രോളിലാണ്, എൻ്റെ കൺട്രോളിലല്ല. അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഞാൻ മാറ്റിയെടുക്കുമ്പോഴല്ലേ എൻ്റെ ശരീരമാകുന്നത്, അപ്പോഴല്ലേ എൻ്റെ ശരീരമാകുന്നത്. അങ്ങനെ പലതിൻ്റെ കൺട്രോളിലാണ്. അതൊക്കെ ഓരോന്ന് ന്യൂട്രലൈസ് എടുത്തപ്പോഴാണ് ആഹാ, അവിടെയാണ് ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ളവരോട് സഹകരിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ആ ഓരോരുത്തരെയും ജീവൻ എപ്രകാരം കൺട്രോൾ അതിൻ്റെ ഒപ്പമാണ്. പറജോ ബ്രോ. ഹായ്, ഗുഡ് മോർണിംഗ്. ലൈക്ക് സെബാസ്റ്റ്യൻ ചേട്ടാ, നിങ്ങൾ സ്വപ്നമുള്ളത് കൊണ്ടല്ലേ വീടും അതിനുള്ളിൽ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ അങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത്, അതെന്തിനാണെന്ന്? തീർച്ചയായിട്ടും സ്വപ്നമുണ്ട്. സ്വപ്നത്തെ ആരും ഒഴിവാക്കി? സ്വപ്നം നമ്മളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല. പറയുന്ന ശ്രദ്ധി അല്ലല്ല, സ്വപ്നം നമ്മളെ കൺട്രോൾ. അതെ, ശ്രദ്ധിക്കുക. അല്ലല്ല, എഗെയിൻ നമ്മുടെ എൻവയോൺമെന്റ് ഉണ്ട്. സുഹൃത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. ഞാനത് ആദ്യം പറഞ്ഞ എൻ്റെ ശരീരത്തെ ഞാൻ വളർത്താൻ തുടങ്ങി, ഞാൻ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം കാലമായില്ല. അവർ സമൂഹത്തിൽ വസ്ത്രം ഉടുപ്പിച്ചു, പലതും ഉടുപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോന്നോരോന്ന് അതിൻ്റെതായിട്ടുള്ള ക്ലാരിറ്റി കിട്ടുന്നതനുസരിച്ച് മാറ്റാൻ പറ്റത്തുള്ളൂ. ആ ഭാഗം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അടുത്തത്, നമ്മുടെ ചുറ്റുപാടും കാണുന്നതെല്ലാം സ്വപ്നം തന്നെയാണ്. സ്വപ്നം ശ്രദ്ധിക്ക് സുഹൃത്തെ, നിങ്ങൾ പറയുന്നതെന്ന് കേൾക്ക്. ഈ ചുറ്റുപാടും കാണുന്നതെല്ലാം സ്വപ്നമാണ്. കാരണം അതെല്ലാം അവിടെ ഉള്ളത്. എന്തോ ആണ്, നിങ്ങൾ കേൾക്ക്. നിങ്ങൾക്ക് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് നിലയ്ക്കുന്നതിലുണ്ടാകുന്ന മാറ്റമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. മറ്റേത്
സ്വപ്നമാണ്. അതിനെ വേർതിരിക്കണം. ഈ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നിങ്ങൾ പെർഫെക്റ്റായിട്ട് സെൻസ് ചെയ്ത് വരുമ്പോൾ ഈ സ്വപ്നം തനിയെ അലുത്തു മാറും. കാരണം ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ അന്തരമുണ്ടാക്കുമ്പോഴാണ് നമുക്ക് നേടേണ്ടി വരുന്നത്. അന്തരമുണ്ടാക്കുമ്പോഴാണ് നേടേണ്ടി വരുന്നത്. അന്തരമുണ്ട്, സ്വപ്നമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്, ചുറ്റുപാടുമുണ്ട്. ആ ചുറ്റുപാടുമുള്ളത് കൊണ്ട് നമ്മളത് കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യണം. സ്വപ്നത്തിൻ്റെ അകത്ത് വേറെ സ്വപ്നമുണ്ടാക്കുമ്പോൾ നമ്മൾ ലക്ഷ്യമുണ്ടാക്കി. ഓൾറെഡി അന്തരീക്ഷം ഉണ്ട് അവിടെ. അത് നമ്മളുണ്ടാക്കിയതല്ല ഈ ലക്ഷ്യം. ഈ ലക്ഷ്യം നമ്മളുണ്ടാക്കിയല്ല, അത് പ്രകൃതിയാൽ ഉണ്ടായതാണ്. നമ്മൾ ലക്ഷ്യമുണ്ടാക്കുമ്പോൾ അത് നമ്മുടെ നാശമാണ്. അവിടെ ഉണ്ട്, അന്തരീക്ഷമുണ്ട്. ഭക്ഷണം കഴിക്കണം, പോയി കിടന്നുറങ്ങണം, വീടുണ്ട്. താങ്കളെന്തിനാ വീട് പണിതത് അപ്പം? ലക്ഷ്യമില്ലെങ്കിൽ എന്തോ യാതൊരുവിധ ലക്ഷ്യമില്ലെങ്കിൽ താങ്കളെന്തിനാ വീട് പണിയുന്നത്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക് സുഹൃത്തെ. അതെന്തല്ലേ പറഞ്ഞത്? താങ്കൾ എന്തിനെന്ന് ചോദിക്കുന്ന ഭാഗം, ഈ ശരീരം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ കാലങ്ങളായിട്ട് തലമുറകളായിട്ട് ഈ ശരീരത്തിൻ്റെ അവസ്ഥ പലവരും കൈകാര്യം ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെ പോകത്തുള്ളൂ. ഇപ്പം ഇതിനെ സാവകാശം അലിപ്പിച്ച് കളഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. കാരണം അനേകം തലമുറകളുടെ സ്വാധീനത്തിൽ നമ്മളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇത് നമുക്കങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് ഇപ്പം ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഇങ്ങോട്ട് എടുത്തങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. നിങ്ങളൊരു കമ്പനിയുടെ ഡയറക്ടറാണ്. ഞാൻ രാജിവെച്ച് ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നില്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങളവിടെ എന്തെല്ലാം കള്ളത്തരവും വഞ്ചനയും ചതിയൊക്കെ ചെയ്തും കമ്പനിയുടെ ഡയറക്ടേഴ്സാണ് ഞാൻ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞ് സുഖമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകാനാണെങ്കിൽ അങ്ങനെ ഒരാൾക്കും പറ്റത്തില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. അത് എല്ലാത്തിനും ചെയ്യണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ച അതിന് ശേഷം പുള്ളി കോടതിയിൽ കയറി ഇറങ്ങണം പല പ്രാവശ്യം. അല്ല, സന്യാസി ഹിമാലയത്തോട്ടാ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്. എല്ലാവരും ആവശ്യം അവിടെ ചെന്നത് കണ്ടുപിടിക്കാനാണ്. കാരണം ഇവിടെ പ്രശ്നത്തിന് പരിഹാരമാണ് നോക്കുന്നത്. എല്ലാവരും നോക്കുന്ന പരിഹാരം. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ലക്ഷ്യം അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം തീർച്ചയായിട്ടും ലക്ഷ്യം അതെ. സുഹൃത്തെ, നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇന്ന കാര്യം നിങ്ങളോട് സ്ഥാപിക്കാനല്ല. നമ്മൾ എന്താണ്, നമ്മളുടെ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഭാഗം മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. അല്ല ഞാൻ ഇന്നത് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെയാണ്, അങ്ങനെയല്ല. ഇത് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിൽ ഇന്നതെല്ലാം ലക്ഷ്യമാണ്, സ്വപ്നമാണ്, ഇന്നതൊക്കെയാണ്, ഇത്രേ പറയുന്നുള്ളൂ. അല്ല അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഭാഷ മനസ്സിലാക്കുക. നമ്മുടെ ഭാഷ എന്തിനാണ്? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ആവശ്യം എന്താണ്? നിലനിൽക്കണം. അപ്പോൾ ഓരോന്നിനെ നമ്മൾ തൊട്ട് പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്കാകാം. ഇതിങ്ങനെയാണ്. സ്വപ്നമാണെങ്കിൽ അത് ഇന്നതുപോലെയാണ്. ഇത്രയേ ഉള്ളൂ. അതിൽ വേറെ യാതൊന്നും പറയുന്നില്ല. ലക്ഷ്യമുണ്ട്, ലക്ഷണമുണ്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ എവിടെ അറ്റൻഷൻ കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇത്രേ പറയുന്നുള്ളൂ. അത് വേറെ ഒന്നും പറയുന്നില്ല. സ്വപ്നത്തിനകത്ത് സ്വപ്നമാകാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വപ്നത്തിനകത്ത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ എന്തൊക്കെ സംഭവിക്കും? അങ്ങനെയുള്ള വിശദീകരണങ്ങൾ അനുഭവത്തിൽ എൻ്റെ അറിവിലുള്ളത് എക്സ്പ്രസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അല്ലേ? ഇതെല്ലാം നിങ്ങൾ സുഹൃത്തെ, ഇതെല്ലാം നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്ത് പോയി അങ്ങോട്ട്. ഞാൻ അതല്ല ചെയ്യുന്നത്. ഇതിങ്ങനെയാണ്. സ്വപ്നം എങ്ങനെ ഉണ്ടാകുന്നു, സ്വപ്നത്തിന് കാരണം ഇന്നതാണ്.
ശ്രദ്ധിക്കുക, നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക, നമ്മൾ സംസാരിക്കുന്ന രീതി എന്താണെന്ന് ശ്രദ്ധിക്കുക. സ്വപ്നമില്ല. ഞാൻ പറയണ എറണാകുളത്ത് ഇന്നടുത്താണ് എൻ്റെ വീട്, നിങ്ങൾ എടപ്പള്ളി ജംഗ്ഷനിൽ വന്നിട്ട് ഇന്നടുത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു പമ്പ് കാണും, അവിടെ നിന്ന് അങ്ങോട്ട് മാറുക, അതിനകത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ ഗേറ്റാണ് എന്ന് പറയുന്നത് പോലെ. ആ ഗേറ്റ് തുറന്നാൽ നിങ്ങൾക്കവിടെ വാതിക്കൽ ഇന്നത് കാണാം, ഇന്നത് കാണാം. അങ്ങനെ നിങ്ങൾ കയറി എൻ്റെ വീട്ടിലോട്ട് വരുന്നു. ഇതുപോലെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളു. ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്നുള്ള ഭാഗമൊന്നുമില്ല. അല്ല, ആ ഡിസ്ക്രിപ്ഷൻ കേൾക്കുന്ന ആൾക്ക് താങ്കളുടെ വീട്ടിലെത്തണം എന്നുള്ളൊരു ലക്ഷ്യമുള്ളത് കൊണ്ടല്ലേ അത് കേൾക്കാൻ തയ്യാറാവുന്നേ. അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത ഒരാള്, ആഗ്രഹമില്ലാത്ത ഒരാൾ അത് കേൾക്കാൻ തയ്യാറാവില്ലല്ലോ. സുഹൃത്തെ, ഒരാളവിടെ ഉണ്ട്. അത് അടുത്ത സ്റ്റേജ്. ഈ ഒരാളവിടെ ഉണ്ട്, ഈ ലക്ഷ്യമുണ്ട്, സമ്മതിച്ച്. ഈ ലക്ഷ്യം ആർക്കാണുള്ളത്? ഒരാളുണ്ട്. നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ എന്താ പറയണത്? നിങ്ങളൊരാളുണ്ട്, ഈ ആളാണ് ഈ പറയുന്ന വീട്ടിലോട്ട് എത്തുന്നത്. ഈ ആളവിടെ ഉണ്ടായിരിക്കുന്നു. ഈ ഉണ്ടായിരിക്കുന്ന ആളെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ പറയുന്ന ഭാഷയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, അതിൽ നമുക്ക് സ്ഥാനമില്ലാണ്ടായി. അതിൻ്റെ അപകടം മനസ്സിലാക്കണം. നമ്മളിവിടെ വേറൊരു ലാംഗ്വേജ് കൂടി ഓപ്പൺ ആക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല, അതെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരാൾ കൂടി ഉണ്ട്. ഈ ആളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഈ ആളുണ്ട്, ആളവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ള അറിവ് പോലുമില്ല. നമ്മൾ ആ പാർട്ട് കൂടി എക്സ്പോസ് ചെയ്ത്, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈ ആളുണ്ടെങ്കിൽ ആളിന് വേണ്ട കാര്യങ്ങളെല്ലാം ആൾ ചെയ്യും. ആൾ വേണ്ട കാര്യം ചെയ്യണ്ടേ? ആൾ നിലനിൽക്കുന്ന ഭാഗമില്ലേ? അത് നിലനിൽക്കുന്നതുകൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളിത് അനലൈസ് ചെയ്തു, അത് വേറെ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഇതിൻ്റെ ഫ്രെയിം ഇന്നതാണ്, ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള എൻ്റെ അറിവിലുള്ളത് ഞാൻ എക്സ്പോസ് ചെയ്യുന്നു. എന്തിനാണ് എൻ്റെ അറിവിലുള്ളത് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത്? കാരണം അങ്ങനെ എല്ലാവരും മനുഷ്യരല്ലേ. എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനുഷ്യരുമായിട്ട് സഹകരിക്കുമ്പോൾ എല്ലാവരും, ഇത് എൻ്റെ ശരീരം തന്നെയാണ് നിങ്ങളുടെ ശരീരവും. അപ്പോൾ എന്നിലുള്ള സൂക്ഷ്മതലങ്ങളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 100% എന്നെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുക എന്നുള്ള താല്പര്യത്തിലാണ്. അത് ലക്ഷ്യമാണ്, തീർച്ചയായിട്ടും അത് ലക്ഷ്യമാണ്. അറിവിനെ പരിപോഷിപ്പിക്കുക, എന്നിലുണ്ടാകുന്ന സൂക്ഷ്മ മാറ്റങ്ങളെ പരിപോഷിപ്പിക്കാൻ ഞാൻ ഫുൾ ടൈം എൻഗേജ്ഡ് ആകുന്നു. ഇതല്ലാതെ എന്ത് പറഞ്ഞു? പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ എന്താണ് താല്പര്യം? എന്താണ്? ഈ അറിവിൽ തുടരുക. 10 ദിവസം മുമ്പ് പറഞ്ഞ കാര്യത്തെ ചിലപ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്ത് ഇപ്പോൾ പറയുന്നുണ്ടാവും. പക്ഷെ അറിവിൽ തുടരുന്നു, അല്ലേ? അറിവിൽ തുടരുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഇത്ര തൊഴിലാളികളുണ്ട്, അവരുടെ ജോലി ഇന്നതൊക്കെയാണ് എന്ന് നമ്മൾ പറയുന്നു. ഒരു പുതിയൊരു MD, പുതിയൊരു ഡയറക്ടർ വന്നു, അല്ലെങ്കിൽ പുതിയൊരു മാനേജർ വന്നു. മാനേജർ ജോലിക്ക് പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഓക്കെ, അദ്ദേഹത്തെ നാച്ചുറലി ആ ഫാക്ടറി പ്രിമിസസ് പരിചയപ്പെടുത്തണം, അല്ല? അത് അത്രയേ ഉള്ളൂ. ഇത് എന്തുകൊണ്ട് നമ്മളിത് പരിചയപ്പെടാൻ തുടങ്ങി? ഞാൻ പരിചയപ്പെടാൻ തുടങ്ങി കാരണം ഇതിങ്ങനെ അല്ലായിരുന്നു. ഇത് എനിക്ക് ഹിഡനായിരുന്നു. അവിടെ ഹിഡനായിരുന്നത് കൊണ്ട്, അത് എക്സ്പോസ് ചെയ്യാൻ ഹിഡനായിരുന്നത് കൊണ്ട് ഇങ്ങനൊരു മേഖല ഉണ്ടായിരുന്നു എന്നുള്ള ഭാഗം അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്വഭാവം ഇന്നതാണ്, ഇതിൻ്റെ സ്വഭാവം ഇന്നതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ഓരോരുത്തരും തീരുമാനിക്കുന്ന ലക്ഷ്യം വേണം, വേണ്ടേ? എന്താണ് വേണ്ടത്? അങ്ങനെയല്ലേ എല്ലാവരും പോകത്തുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ. എന്താണ്? അവനവൻ്റെ നോർമലിൽ നിന്ന് അവനവനെ തിരിച്ചറിയുന്നതല്ലേ ശരി? നിങ്ങളുടെ നോർമൽ എൻ്റെ നോർമൽ ആവില്ലല്ലോ എന്ന്. ഇല്ല, നിങ്ങളുടെ ഓരോരുത്തർക്കും അവരവരുടെ നോർമൽ, അത്രയേ ഉള്ളൂ. നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ മറ്റൊരാളെ പറയുന്നത് ഞാൻ കേൾക്കുന്നത് എൻ്റെ നോർമലിലാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് നോർമലായിട്ടൊരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടൊന്നുമില്ല. മറ്റൊരാൾ അഡ്വൈസ് ചെയ്യുന്ന, മറ്റൊരാൾ കണ്ടീഷൻ ചെയ്യുന്ന ഒന്നുമില്ല.
നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ അയാളുടേതായിട്ടുള്ള അറിവിൽ നിന്ന് സംസാരിക്കുന്നു, ഞാൻ എൻ്റെ അറിവിൽ നിന്ന് കേൾക്കുന്നു. അതാ ഭയങ്കര റിച്ച് സ്റ്റേറ്റ് അല്ലേ? ഇതൊരു കുട്ടിയെ പറയും, ഒരു കുട്ടിയെ നമ്മൾ എന്തോ കാക്കാൻ ശ്രമിക്കുന്നു. കുട്ടിക്ക് കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഭാഗം ഒന്നും തിരിച്ചറിയാത്ത രീതിയിൽ കുട്ടിയെ കണ്ടീഷൻ ചെയ്ത് കുട്ടിയുടെ കുട്ടിത്വം നഷ്ടപ്പെട്ട്, യൗവനവും നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടിട്ട് കുട്ടി എന്നും അടിമത്തത്തിൽ നടക്കുക. ഇങ്ങനെയൊക്കെ അല്ലേ? എല്ലാവർക്കും സംശയമാണ്. ഇതിങ്ങനെയാണ്.